ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. പുതുവർഷത്തിൽ ആയിരിക്കുന്ന നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നമുക്ക് ഈശോയുടെ കൂടെ ആയിരിക്കാൻ അവിടെ നമുക്ക് അവസരം തന്നു. നമ്മളെപ്പോഴും ഈശോയ്ക്ക് നന്ദി പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരു ദിവസത്തിൽ എത്ര സമയം കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ സാധിക്കുന്നുണ്ട്? അത് നമ്മുടെ പ്രാർത്ഥന വഴിയായിരിക്കാം, നമ്മുടെ ജോലിക്കിടയിൽ നമ്മുടെ കർത്താവിനെ നമ്മൾ ഓർമ്മിക്കുന്നതിലൂടെയാകാം. ആ ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എപ്പോഴും അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. തോബിത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ പറയുകയാണ്, ദൈവത്തെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. നമ്മൾ എവിടെയായിരുന്നാലും ഏതവസ്ഥയിലായിരുന്നാലും ആ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ, ദൈവത്തെക്കുറിച്ചുള്ള ഒരു അവബോധം നമ്മളിലുണ്ടെങ്കിൽ ആ കർത്താവ് നമ്മളിൽ നിറഞ്ഞു നിൽക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്, കർത്താവേ അങ്ങയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. ഈ ഓർമ്മ വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നത്, ഈ കൂടാരത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. 2 പത്രോസ് 1:12 വാക്യത്തിൽ ഈ കൂടാരത്തിലായിരിക്കുമ്പോൾ, അവർ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഭൗതിക ശരീരവുമായി ഭൂമിയിലായിരിക്കുന്ന അവസ്ഥയിൽ വിശുദ്ധ പത്രോസ്ലീഹ പറയാണ്, എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ആത്മാവിനെ ഉണർത്തുക. ഓരോ നിമിഷങ്ങളും ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. അപ്പം കഴിഞ്ഞ വർഷങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഓർക്കുകയാണെങ്കിൽ അവിടെയെല്ലാം കർത്താവിൻ്റെ കരം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആ ഈശോയിൽ ജീവിക്കുവാൻ അവസരം ലഭിക്കുക. കർത്താവിനെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പാപത്തിൽ നിന്ന് ഓടിയകലുവാൻ, പാപത്തെയും പാപസാഹചര്യത്തെയും വെറുത്തുപേക്ഷിക്കുവാനും അതിൽ നിന്ന് മാറ്റി നിൽക്കുവാനുമുള്ള ഒരു മനസ്സ് നമുക്ക് വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മൾ ജീവിക്കുന്നുണ്ട്, ജീവൻ നൽകുന്നുണ്ട്, കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിക്കുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകം 1:4-10 വരെയുള്ള തിരുവചനത്തിൽ, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അതിരത്തിൽ ഉണ്ടായിരിക്കണം. അവിടെ എഴുതിയിരിക്കുകയാണ്, എപ്പോഴും നിൻ്റെ അതിരത്തിൽ ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം നീ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോഴാണ് നമ്മൾ അഭിവൃദ്ധി പ്രാപിക്കുക. ഈ ന്യായപ്രമാണ ഗ്രന്ഥം നമ്മുടെ അധരത്തിൽ ഉണ്ടായിരിക്കുക. നമ്മൾ വിക്ടബറിൻ്റെ ആധ്യാത്മിക പ്രബോധനങ്ങൾ കേട്ടുവരികയായിരുന്നു. അതിൽ നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന 81-ാമത്തെ പേജാണ്. ഈ വചനങ്ങൾ നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. കാരണം ഈശോയുടെ വചനം നമ്മുടെ കൂടെ വരുമ്പോഴാണ്, ആ വിശുദ്ധിയിൽ വരുമ്പോഴാണ്, ദൈവസ്നേഹത്തിൽ വരുമ്പോഴാണ് ഈശോ നമ്മുടെ കൂടെ നടക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകുക. നമ്മൾ ഇതിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ മനസ്സിലാകും, കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ, ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നമ്മുടെ അധരത്തിലും ഹൃദയത്തിലും ഉണ്ടായിരിക്കും. ഈ വചനങ്ങൾ ഓരോന്നും കർത്താവ് നമ്മളെ ഓർമ്മിപ്പിച്ച് തരും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ആ വചനത്തെ കൂട്ടിക്കൊണ്ട് നടക്കുവാനും നമുക്ക് ആ വചനത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ സാധിക്കും. ആത്മീയമായ ഒരു രാജ്യത്തിലേക്ക് നമുക്ക് വളരുവാൻ സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് സാത്താൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്, അവൻ്റെ കുടില തന്ത്രങ്ങളെക്കുറിച്ചാണ്, അവൻ വരുന്നതിൻ്റെ ലക്ഷ്യം, ഈശോ വരുന്നതിൻ്റെ ലക്ഷ്യം എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുന്നു, കൽപ്പനകൾ പാലിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. ലൂക്ക 11:28. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ, അതുപോലെ തന്നെ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈശോയെ കണ്ടിട്ട് വിശ്വസിക്കാതിരുന്നവർ ഒരിക്കലും കർത്താവിൽ വരികയില്ല. 3 വർഷം ഈശോയുടെ കൂടെ ശിഷ്യന്മാർ നടന്നിട്ടും ഈശോ ആദ്യം വന്ന് പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. കാരണം കർത്താവ് അവളോട് അത്രയും കരുണ കാണിച്ചു. കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പാപികളെയാണ്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 1-11 വരെ, ആ പാപിനിയായ സ്ത്രീയെ എല്ലാവരും കൂടി കല്ലെറിയുവാനായി കൊണ്ടുവന്നപ്പോൾ ഈശോ പറഞ്ഞു, പാപം ഇല്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന്. അവരിൽ ഏറ്റവും വലിയ പാപി ഏറ്റവും വലിയ കല്ല് എടുത്തുകൊണ്ടാണ് വന്നത്.
ഈശോ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും കല്ലുകൾ അവിടെ ഇട്ടിട്ട് പോയി. നിങ്ങൾ ഈശോയിൽ വരുമ്പോൾ സാത്താൻ നിങ്ങളുടെ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞു നടക്കും. അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഈ പെണ്ണ് ഒളിച്ചു പോയതാണ്, ഇങ്ങനെ പലതും പറയും. ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയാണ്. അന്യായമായി പറയുമ്പോൾ ഒരു കൃപയാണ് വരുന്നത്. 1 പത്രോസ് 2:19. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. മത്തായി 5:11-12. വ്യാജമായി നിങ്ങൾക്കെതിരായി പലതും പറയുമ്പോൾ സന്തോഷിക്കണം. ഈശോയിൽ വന്നവരാരും മനുഷ്യരുടെ വാക്ക് കേൾക്കുകയില്ല. ഗലാത്തി 1:10. ഈശോ ആരെയെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. യോഹന്നാൻ 2:23-25 വരെ. നിങ്ങൾ വിശ്വസിച്ചവരെല്ലാം നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ? അളിയൻ മുതൽ സകലരും നിങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണല്ലേ. നിന്റെ സ്വന്തം സഹോദരൻ തന്നെ നിനക്കെതിരാണ്. ജെറമ്യ 12:6 പറയുകയാണ്. അതാണ് ഈശോ പറയുന്നത്. ഭൂമിയിൽ ഞാൻ സമാധാനമല്ല, വാളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മത്തായി 10:34. നിങ്ങൾ ഈശോയിൽ വരുമ്പോൾ മറ്റുള്ളവരെല്ലാം കൂടി നിങ്ങളെ ഉപദ്രവിക്കും, അതുപോലെ തന്നെ ചീത്തകൾ പറയുകയും ചെയ്യും. ഇപ്പോൾ ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇതിൽ ഓരോ കാര്യത്തിലും അനേക ആത്മീയ രഹസ്യങ്ങളുണ്ട്. ഭാഷ്യൻ്റെ പുസ്തകം 4-ാം അധ്യായം 17 മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ജ്ഞാനത്തിൻ്റെ മാർഗം. ആദ്യം അവളെ കൃഷ്ടമാർഗത്തിലൂടെ നയിക്കും, അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. അവനിൽ വിശ്വാസം ഉറപ്പിക്കുന്നതുവരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും, തൻ്റെ ശാസനകൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അവൻ വഴിതെറ്റിയാൽ അവൾ അവനെ പരിത്യജിക്കുകയും നാശത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യും. നമ്മൾ കണ്ടു, നമ്മൾ ഈശോയിൽ വന്നതിന് ശേഷം നമ്മൾ ആ ഈശോയുടെ കൂടെ നടക്കുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവ് നമ്മളെ നയിച്ചുകൊണ്ട് പോവുക. ആദ്യം അവളെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും. സകലവിധ അപമാനങ്ങളും ദുഷിപ്പുകളും നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഈശോയിൽ നിന്ന് അകന്നു പോകും. ഒരിക്കലും നമ്മൾ അകലരുത്. ആ സമയം കൂടുതൽ ഈശോയോട് അടുക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. നമ്മൾ ഈശോയോട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർ നമ്മളെ പരിഹസിക്കും, നമ്മളെ മാറ്റി നിർത്തപ്പെടും. അതുകൊണ്ടാണ് പ്രഭാഷ്യൻ പറയുന്നത്, നമ്മളെ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും. ആ ക്ലിഷ്ടമാർഗത്തിലൂടെ പോകുമ്പോഴാണ് കർത്താവിൽ നമ്മൾ വളർച്ച പ്രാപിക്കുന്നത്. ഈശോ പറയുന്നില്ലേ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 തിരുവചനത്തിൽ, ഒരു വാതിൽ വിശാലമാണ്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. അത് വീതി കുറഞ്ഞതാണ്, വളരെ ചെറുതാണ്. ഈ വീതി കുറഞ്ഞതും ഹ്രസ്വവുമായ ഒരു വാതിലുണ്ട്. ആ ക്ലിഷ്ടമാർഗത്തിലൂടെ, ആ വാതിലിലൂടെ നമ്മൾ പ്രവേശിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വളർച്ച പ്രാപിക്കുവാൻ, ആത്മീയ പക്വതയുള്ളവരാകുവാൻ, ആത്മാവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈശോ തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ശിഷ്യന്മാർക്ക് മാത്രമാണ്. മറ്റുള്ളവർക്കാകട്ടെ അത് ഉപമകളിലൂടെയാണ് ഈശോ പറഞ്ഞത്. ഈ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ക്ലിഷ്ടമാർഗം നമ്മൾ സ്വീകരിക്കണം. ആദ്യം ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും, അവനിൽ ഭയവും ഭീരുത്വവും ഉളവാക്കും. നമ്മളിൽ ദൈവഭയം എന്താണ്, എളിമ എന്താണ്, പരിശുദ്ധ മറിയം ഈശോയുടെ വചനം എങ്ങനെയാണ് സ്വീകരിച്ചത്, എന്താണ് യെശയ്യാ 66:1-2. ആ ഒരു തരം ആത്മാവിൻ്റെ എളിമയുണ്ട്. ദൈവിക ജ്ഞാനം വരുമ്പോഴാണ് നമുക്ക് ഈ ആത്മാവിൽ എളിമയും അനുതാപവും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരിക. ഈ ഭയവും ഭീരുത്വവും ഉളവാക്കും. ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഭയവും ഭീരുത്വവും ഉളവാകുകയാണ്. വിറ്റബേറിൻ്റെ ഏറ്റവും വലിയ അരിമ ശിഷ്യനായിരുന്നു ബ്രദർ ഷാജി. അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നതിന് മുമ്പ് സ്വർഗം എന്താണ്, നരകം എന്താണ് എന്നെല്ലാം ദൈവം കാണിച്ചു കൊടുത്തു. ആ സമയം അദ്ദേഹം പറഞ്ഞു, പാപം വരുമ്പോൾ എത്രമാത്രം നരകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈശോയെ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാപത്തിൽ ജീവിക്കാൻ സാധിക്കില്ല. ആ ഈശോയെ അനുഭവിച്ചതിന് ശേഷം നമ്മൾ കർത്താവിൽ നിന്നൊരിക്കലും വിട്ടു പോകരുത്.
ആ കർത്താവിനെ കൂടെ തന്നെ പിടിച്ച് നമ്മൾ നടക്കണം. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിരുന്നു. സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ 1 യോഹന്നാൻ 3:1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളാണ് എന്ന്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളാണെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിഞ്ഞിട്ടില്ല, കാരണം അതവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്ന പോലെ തന്നെ വിശുദ്ധനാക്കുന്നു. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ സ്വർഗരാജ്യത്തിൻ്റെ പ്രത്യാശ വെളിപ്പെടുത്തുകയാണ്. ആ ഈശോയെ അനുഭവിക്കുമ്പോഴാണ് നമുക്ക് ഏത് അവസ്ഥയിലാണ് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകുക. ഇതിൽ പറയണം, അവനിൽ വിശ്വാസം ഉറയ്ക്കുന്നത് വരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവളെ പീഡിപ്പിക്കും, തൻ്റെ ശാസനകൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സ്നേഹമാണ്. കർത്താവിൻ്റെ വഴിയിലൂടെ നമ്മളെ നടക്കാൻ വേണ്ടി ദൈവം ഏറ്റവും സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യും. നേർ വഴിയിലൂടെ നടത്തുവാൻ വേണ്ടി നമ്മളെ ശാസനവും ശിക്ഷണവും തന്ന് കർത്താവിൻ്റെ വഴിയിലൂടെ നമ്മളെ കൊണ്ടുപോകും എന്നാണ് കർത്താവ് നമ്മളോട് പറയുക. അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. നമ്മൾ ആ വഴിയിലൂടെ നടക്കുമ്പോൾ മാത്രമാണ് ദൈവിക രഹസ്യങ്ങളിലേക്ക് നമ്മളെ ദൈവം കൂട്ടിക്കൊണ്ടു പോവുക. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരാകുവാൻ, ദൈവവചനത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എന്താണ് പറയുക? കൽപ്പനകൾ പാലിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. വചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഈശോ വെളിപ്പെടുത്തുകയാണ്, ശരിക്കും ആത്മാവിൻ്റെ ഒരു രാജ്യത്തിൽ നമ്മുടെ രക്തബന്ധം ആയിരിക്കില്ല നമ്മുടെ സഹോദരനും സഹോദരിയും. ഈശോയുടെ ഈ വചനങ്ങൾ പാലിക്കുമ്പോൾ എപ്പോഴും ആത്മാവിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും. ഈശോയുടെ വചനങ്ങൾ എപ്പോഴും ഒന്നു മാത്രമാണ്, ഒരു സത്യദൈവമാണ്, ഒരു ഒറ്റ ദൈവമാണ്. ആ വചനങ്ങൾ എവിടെയുണ്ടോ ആ വചനങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോൾ, വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ, അവിടെയാണ് നമ്മുടെ സഹോദരനും സഹോദരിയും അമ്മയും ഉണ്ടാകുക. ലോകത്തിൻ്റെ ഏത് അതിർത്തികളാണെങ്കിലും ഈ ആത്മാവിൽ വരുമ്പോൾ അവർ ഒന്നായി മാറും. 1 കൊറിന്തോസ് 1:10 പറയുന്നുണ്ട്, നിങ്ങൾ ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും കൂടി കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിന്. ഒരാത്മാവ് ഒരു മനസ്സ് ഒക്കെ പറയുമ്പോൾ എന്താണ്? ആ ദൈവരാജ്യത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. നമ്മൾ പല രാജ്യത്തായിരുന്നാലും ഒരേ കാര്യങ്ങളിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്ന നമുക്ക് പലപ്പോഴും അറിയുവാൻ സാധിക്കും. പരസ്പരം നമ്മൾ കണക്ഷൻ ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഒരേ വഴിയിലൂടെ പോകുന്ന മക്കളെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണ്? ദൈവരാജ്യം എപ്പോഴും കണക്റ്റ് ചെയ്യപ്പെട്ടതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 34-16 തിരുവചനത്തിൽ പറയുന്നുണ്ട്, കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, അവയിലൊന്നുപോലും കാണാതിരിക്കുകയില്ല. അവ പരസ്പരം ഇണചേർക്കപ്പെട്ടിരിക്കുന്നു. ഈ ആത്മാവിൻ്റെ രാജ്യത്തിലും ഇതുപോലെ തന്നെ ഇണചേർക്കപ്പെട്ട് ഒരേ ആത്മാവിൽ, ഒരേ രാജ്യത്തിൽ, ഒരേ വിശുദ്ധിയിൽ കൊണ്ടുപോകുന്നവരാണ്. അതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11 1-7 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ ഒരു സത്യം വെളിപ്പെടുത്തുന്നുണ്ട്. ബാലിൻ്റെ മുൻപിൽ മുട്ടുമടക്കാത്ത 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അവശിഷ്ട ഭാഗം ഇക്കാലത്തുമുണ്ട്. മിറ്റപേർ പറയുമായിരുന്നു, ലോകത്തിൽ ഇന്ന് വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. അവരെ ലോകത്തിൽ ആർക്കും വിലക്കെടുക്കാൻ സാധിക്കുകയില്ല. കാരണം ആ സത്യത്തിനും നീതിക്കും വേണ്ടി അവർ നിലനിൽക്കും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കർത്താവ് അവരെ വളർത്തിക്കൊണ്ടുവരും. അതാണ് ദൈവരാജ്യം. അതാണ് കർത്താവിൻ്റെ രാജ്യം. ഒരിക്കലും പരാജയപ്പെടുകയില്ല. കർത്താവിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതിനുശേഷം പറയാണ്, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. അതുപോലെ തന്നെ കാണാതെ വിശ്വസിക്കുന്നവർ
ഭാഗ്യവാന്മാർ. ഈശോയെ കണ്ടിട്ട് വിശ്വസിക്കാതിരുന്നവർ ഒരിക്കലും കർത്താവിൽ വരികയില്ല. 3 വർഷം ഈശോയുടെ കൂടെ ശിഷ്യന്മാർ നടന്നിട്ടും ഈശോ ആദ്യം വന്ന് പ്രത്യക്ഷപ്പെട്ടത് മഗ്ദലന മറിയത്തിനാണ്. കാരണം കർത്താവ് അവളോട് അത്രയും കരുണ കാണിച്ചു. കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പാപികളെയാണ്. കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാപികളെയാണ്. കാരണം അവർ കർത്താവിനെ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ കർത്താവിൻ്റെ കാലിൻ്റെ ചോട്ടിൽ തന്നെ ഇരിക്കും, കർത്താവിന് വേണ്ടി കാത്തിരിക്കും. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. അത് എത്തരം പാപികളാണ്? കഠിന ഹൃദയത്തോടെ, കപടതയോടെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വന്നിരിക്കാൻ സാധിക്കുകയില്ല. എളിമപ്പെട്ട് അനുതാപത്തോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരിയുന്ന ഏത് കഠിന പാപിയുടെ മേലും കാരുണ്യത്തിൻ്റെ സ്നേഹം ചൊരിയുന്ന, ക്ഷമിക്കുന്ന സ്നേഹം ചൊരിയുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. അതാണ് കർത്താവ് എപ്പോഴും ആ അനുതാപത്തെക്കുറിച്ച് അനുതപിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് വരിക, പാപം നമ്മുടെ ക്ഷമിക്കപ്പെടുക. ഈശോയിലൂടെ ഇതെല്ലാം ദൈവം മാറ്റപ്പെടുകയാണ്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 1-11 വരെയുള്ള തിരുവചനത്തിൽ ആ പാപിയായ സ്ത്രീയെ എല്ലാവരും കൂടി കല്ലെറിയുവാനായി കൊണ്ടുവന്നപ്പോൾ ഈശോ പറഞ്ഞു, പാപം ഇല്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന്. അവരിൽ ഏറ്റവും വലിയ പാപി ഏറ്റവും വലിയ കല്ലാണ് എടുത്തുകൊണ്ട് വന്നത്. ഇതാണ് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കുമ്പോഴും അവിടെ എല്ലാം നമ്മളിലെ തന്നെ പാപമാണ് നമ്മൾ കാണിക്കപ്പെടുക. മനുഷ്യരായ നമ്മൾ നന്മ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ തിന്മയെ പുറത്താക്കാൻ സാധിക്കുക. എന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഈശോ അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും കല്ലുകൾ അവിടെ ഇട്ടിട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പാപം നമ്മിലുണ്ട് എന്നൊരു ബോധ്യം നമ്മളിലുണ്ടാകും. യോഹന്നാൻ 1:5-10 വരെയുള്ള തിരുവചനത്തിൽ യോഹന്നാൻ ശ്ലീഹാ പറയുകയാണ്, ആരെങ്കിലും പ്രകാശത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറയുകയും അതേസമയം സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നെങ്കിൽ അവൻ അന്ധകാരത്തിലാണ്, പ്രകാശത്തിൽ അല്ല. അപ്പോൾ നമ്മൾ ദൈവത്തെയും കൂടി വ്യാജം പറയുന്നവനാകും. അതാണ് കർത്താവിൻ്റെ രാജ്യം എപ്പോഴും കട്ട് ആൻഡ് ക്ലിയറാണ്. ഒരൊറ്റ വഴിയേ ഉള്ളൂ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ ആ ഈശോ മാത്രമാണ് വഴി, സത്യം, ജീവൻ. ആ ഈശോയിലൂടെ മാത്രമാണ് നമുക്ക് ആ നിത്യജീവനിൽ പ്രവേശിക്കാൻ സാധിക്കുക. നിങ്ങൾ ഈശോയിൽ വരുമ്പോൾ സാത്താൻ നിങ്ങളുടെ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞു നടക്കും. അയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഈ പെണ്ണ് ഒളിച്ചു പോയതാണ്, ഇങ്ങനെ പലതും പറയും. ഇങ്ങനെ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങൾ കർത്താവിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയാണ്. അന്യായമായി പറയുമ്പോൾ ഒരു കൃപ വരികയാണ് ചെയ്യുന്നത്. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ സഹിച്ചാൽ അത് അനുഗ്രഹമായി മാറും. നമ്മൾ ഈശോയിൽ വന്നു കഴിയുമ്പോൾ നമുക്കെതിരെ വ്യാജമായിട്ട് നമ്മുടെ പഴയ കാര്യങ്ങൾ ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് വന്നാലും ഈശോയിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് അവിടെ കൃപ വരുന്നത്. മഗ്ദലന മറിയത്തിൻ്റെ പഴയ ചരിത്രങ്ങൾ ഓർമ്മിപ്പിച്ചാൽ ഈശോ ക്ഷമിച്ചതാണ്. പക്ഷേ മനുഷ്യൻ ഒരിക്കലും ക്ഷമിക്കില്ല. മനുഷ്യൻ അതിനെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തിന്മയുടെ ശക്തി പലപ്പോഴും ഈശോയിൽ വന്ന വ്യക്തിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. നമ്മൾ ആ സമയത്ത് ഒരിക്കലും തളരരുത്. കാരണം കർത്താവ് വിശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് വിശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കും. അതുകൊണ്ടാണ് നമുക്കെതിരെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വരുമ്പോഴും ഈശോയിൽ നമ്മൾ ആശ്രയിച്ച് ഈശോയുടെ കൂടെ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ ഒരു കാലത്ത് നമ്മെ പീഡിപ്പിച്ച വ്യക്തികൾ നമ്മൾ ആ ഈശോയിൽ ഉറച്ചു നിന്നെങ്കിൽ മാത്രമേ നമ്മെ വേദനിപ്പിച്ച വ്യക്തികൾ, നമ്മുടെ കൂടെ നടന്ന പാപം ചെയ്ത വ്യക്തികളൊക്കെ ഉണ്ടാകും. കൂടെ നടന്ന് മദ്യപിച്ച വ്യക്തികളുണ്ടായിരിക്കും, അതുപോലെ കള്ളം പറഞ്ഞ വ്യക്തികളുണ്ടായിരിക്കും, കളവ് കാണിച്ച വ്യക്തികളുണ്ടായിരിക്കും, പാപത്തിൽ പെടുത്തിയ വ്യക്തികളുണ്ടായിരിക്കും. അവരൊക്കെ ഈശോയിൽ വരണമെങ്കിൽ നമ്മൾ ആ ഈശോയെ അറിഞ്ഞ്, നമ്മൾ ആ ഈശോയെ അനുഭവിച്ച്, എത്ര ദൂഷണങ്ങൾ കേട്ടാലും സ്ട്രോങ് ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ, ഈശോയിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ ഒരു കാലത്ത് അവരെല്ലാം തിരിച്ചു വന്ന് കർത്താവിനെ അന്വേഷിച്ച് എത്തും. ആ സമയത്ത് അവർക്ക് ഈശോയെ പറഞ്ഞു കൊടുത്ത് ശക്തിപ്പെടുത്തി ആ പാപബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട് സാധിക്കും.
അതാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മൾ ഈശോയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പണ്ട് പാപം ചെയ്തവരുമായിട്ട്, പണ്ടുണ്ടായിരുന്ന കൂട്ടുകെട്ടിൽ ഉള്ള വ്യക്തികളുമെല്ലാം ഈശോയെ അനുഭവിക്കുവാൻ വേണ്ടി പ്രഭാഷൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ അറിഞ്ഞതുപോലെ അവരും അവിടുത്തെ അറിയുന്നതിനും അവിടുന്നല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് മനസ്സിലാക്കുന്നതിനും ഇടയാക്കണമേ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വചനമാണ് പ്രഭാഷൻ്റെ പുസ്തകം 36-ാം അധ്യായം, ഇസ്രായേലിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. പ്രഭാഷൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 36-ലെ 4 മുതലുള്ള തിരുവചനത്തിൽ, അവരുടെ മുൻപിൽ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ മുൻപിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അവരും അങ്ങയെ അറിയുകയും അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. ഇതിനെന്താണ് പറയുക? ഞങ്ങൾ അങ്ങയെ അറിഞ്ഞതുപോലെ അവരും അങ്ങയെ അറിയുന്നതിനും അങ്ങല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് അവർ മനസ്സിലാക്കട്ടെ എന്നാണ് പറയുക. ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന 1 മുതൽ 22 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ ഈ വചനങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ പണ്ട് പാപം ചെയ്തവർക്ക് വേണ്ടി, നമ്മൾ ഈശോയിൽ അല്ലാതിരുന്ന സമയത്ത് നമുക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ അനുഭവിക്കുവാൻ ഇടയായത്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ 30 മുതലുള്ള തിരുവചനത്തിൽ പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ ദൈവത്തെ അനുസരിക്കാത്തവരായിരുന്നു, എന്നാൽ അവരുടെ അനുസരണക്കേട് നിമിത്തം നിങ്ങൾക്ക് കൃപ ലഭിച്ചു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിച്ച കൃപ നിമിത്തം അവർക്കും കൃപ ലഭിക്കേണ്ടതിന് ഇപ്പോൾ അവർ അനുസരണമില്ലാത്തവരായിരിക്കുന്നു. എന്തെന്നാൽ എല്ലാവരോടും കൃപ കാണിക്കുവാൻ വേണ്ടി ദൈവം എല്ലാവരെയും അനുസരണമില്ലാത്തവരാക്കി. അപ്പോൾ ഇതിൻ്റെ എല്ലാം അകത്ത് ദൈവത്തിൻ്റെയും കൂടി ഒരു പദ്ധതിയുണ്ട്. നമ്മളെ പീഡിപ്പിക്കുമ്പോഴും നമ്മളെ അസ്വസ്ഥരാക്കുമ്പോഴും നമ്മളെ കളിയാക്കുമ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും. അതിലൂടെ അവർ ഈശോയെ അനുഭവിക്കും. അങ്ങനെ എല്ലായിടത്തും കർത്താവിൻ്റെ വചനം എത്തിച്ചേരും. എല്ലാവരിലും ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെടും. എല്ലായിടത്തും നന്മയുണ്ടാകണമെങ്കിൽ ഇത്തരം അവസ്ഥകളിലൂടെ എല്ലാം കടന്നു പോകണം. ഇതിലെന്താണ് പറയുന്നത്? നമ്മളൊരു കാലത്ത് അനുസരണമില്ലാത്തവരായിരുന്നു. നമുക്ക് വേണ്ടി ആരൊക്കെയോ പ്രാർത്ഥിച്ച് നമ്മൾ ഈശോയെ അനുഭവിക്കുമ്പോൾ നമ്മളുടെ ഡ്യൂട്ടിയാണ് ഇതുപോലെ ഈശോയെ അറിയാത്തവർ, അനുസരണമില്ലാത്തവർ. അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. അവരെയും കൂടി നമ്മൾ ഈശോയിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയുക. അങ്ങനെ ഈ വചനത്തിലൊക്കെ അനേകം കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ പറയണം, നമുക്ക് ഈ അന്യായമായിട്ടുള്ള പീഡനം എന്തിനാണ് വരുന്നത്? നമ്മൾ കൂടുതൽ ശക്തിപ്പെടുവാൻ വേണ്ടിയിട്ടാണ്, അനുഗ്രഹ കാരണമാകാനാണ്. ഈ വചനമൊക്കെ അക്ഷരം പ്രതി ഉണ്ടാകുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-ഉം 12-ഉം തിരുവചനത്തിൽ വ്യാജമായി നിങ്ങൾക്കെതിരെ ഒരു കാര്യം മാത്രമല്ല സകലവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. നമ്മളെ ഉയർത്തിക്കൊണ്ട് നടക്കുമ്പോഴും നമ്മുടെ പേര് പ്രശസ്തമാകുമ്പോഴും നമ്മൾ മാറ്റി നിർത്തപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതാണ് വിശുദ്ധരെല്ലാം പേര് അവിടെ ഉയർത്തപ്പെടുമ്പോൾ അവർ അതിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആ പേരിന് മഹിമ വരുന്നു, കർത്താവിൻ്റെ മഹിമ കുറയുന്നു എന്ന് കാണുമ്പോഴാണ് അവർ അത്തരം മാർഗങ്ങൾ പിന്തുടരുന്നത്. വലിയ 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 സന്യസ്തർ, വലിയ വലിയ പണ്ഡിതന്മാർ എല്ലാം പേര് മാറ്റപ്പെടുവാനും അവിടെ ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുവാനും വേണ്ടി അവരതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്ന നമുക്ക് കാണാം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി ദാരിദ്ര്യവ്രതം എടുത്തിട്ട് ഭക്ഷണം കഴിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ പാപം ചെയ്തു, ഞാൻ സൂപ്പ് കുടിച്ചു, ഭക്ഷണം കഴിച്ചു, എന്നൊക്കെ ഉച്ചത്തിൽ നാട്ടിൽക്കൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞ് അസിസിയുമായിട്ട് ശിഷ്യന്മാരങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അനുഭവങ്ങൾ, അതിലൂടെ വിശുദ്ധ ഫ്രാൻസിസ് അസിസി നാണം കെടുകയാണ്, മാനം കെടുകയാണ്. മനുഷ്യരെല്ലാം പരിഹസിക്കപ്പെടുമ്പോൾ കർത്താവിൽ അവർ ആഹ്ലാദിച്ച് ആനന്ദിക്കുകയാണ്. ഇതാണ് ദൈവരാജ്യം. ഇതിൽ നമ്മൾ വളരുകയാണെങ്കിൽ നമ്മൾ ശക്തിപ്പെട്ടു എന്നാണ് അർത്ഥം. ഈശോയിൽ വന്നവരാരും മനുഷ്യരുടെ വാക്ക് കേൾക്കുകയില്ല. ഗലാത്തി 1:10. അവർ മനുഷ്യൻ പറയുന്നതിന് ചെവി കൊടുക്കുകയില്ല. അവർ ദൈവത്തെ മാത്രം ആശ്രയിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എന്ത് കേട്ടാലും ഹൃദയത്തിൽ ഈശോയ്ക്ക് നന്ദികൾ പറഞ്ഞ് തിരിച്ച് അവർ നാവ് കൊണ്ട് ഒരിക്കലും
ഒന്നും സംസാരിക്കില്ല. എല്ലാം പറയുമ്പോഴും നന്ദി ഈശോയെ എന്ന് പറയാനുള്ള ഒരു ഹൃദയം നമുക്ക് ലഭിച്ചാൽ നമ്മൾ ദൈവത്തിന് ഒത്തിരിയേറെ നന്ദി പറയണം. ഈശോ നമ്മളിലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. നിങ്ങൾ വിശ്വസിച്ചവരെല്ലാം നിങ്ങളെ വഞ്ചിച്ചിട്ടുണ്ടോ? അളിയൻ മുതൽ സകലരും നിങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണല്ലേ. ഈ നമ്മൾ മനുഷ്യനെ വിശ്വസിച്ച് കഴിയുമ്പോൾ, നമ്മൾ എല്ലാമാക്കി അവരെ ആക്കി കഴിയുമ്പോൾ പലപ്പോഴും അവരിൽ നിന്ന് നമുക്ക് വഞ്ചനയുണ്ടാകും. പലതരത്തിലായിരിക്കും പലരും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരിൽ നിന്നും മുറിപ്പെടുക. സമയത്ത് നമ്മൾ ഒരിക്കലും അവരോട് വൈരാഗ്യമോ വിദ്വേഷമോ പകയോ ഒന്നും വയ്ക്കാൻ പാടില്ല. അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മളിരുന്ന് പ്രാർത്ഥിക്കുക. അവിടെയാണ് ഈശോ വരിക. അപ്പോഴാണ് കർത്താവിൻ്റെ കൃപയ്ക്ക് നമ്മൾ പാത്രമാകുക. അത്തരം പറ്റീരിലൂടെയും വഞ്ചനയിലൂടെയും മാത്രമേ നമ്മൾ ഈശോയിലേക്ക് അടുക്കുകയുള്ളൂ. സങ്കീർത്തനം 119:71 തിരുവചനത്തിൽ, ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ വചനങ്ങൾ അഭ്യസിച്ചുവല്ലോ. ജോബിനെ നമുക്കറിയാം, ജോബിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം കൊടുത്തു. അപ്പോഴാണ് സാത്താൻ്റെ അസൂയ അവിടെ ഉണ്ടായതും കർത്താവ് വിട്ടുകൊടുക്കുകയും, പക്ഷെ ജോബ് കർത്താവിൽ ഉറച്ചു നിന്നു. അവിടെയാണ് ജോബിൻ്റെ വിജയം നമ്മൾ കാണുന്നത്. എല്ലാം നഷ്ടപ്പെട്ടിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജോബിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ അനേക കാര്യങ്ങൾ ശ്രവിച്ചു. ഈശോയുടെ വചനം പാലിക്കുമ്പോൾ കർത്താവ് നമ്മളെ പല വഴിയിലൂടെ കൊണ്ടുപോകും, ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും. അതിലൂടെ നമ്മൾ ഈശോയിൽ വളരും. പീഡനമുണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കും എന്നെല്ലാം നമുക്ക് മനസ്സിലായി. നമുക്കിന്ന് തന്ന ഈശോയുടെ ഈ വചനത്തെ ഓർത്ത് നന്ദി പറയാം. ഈ പുതുവർഷത്തിൽ കർത്താവിൻ്റെ സഹായത്തോടെ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്ത് അത് അനുസരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഓരോ വർഷങ്ങളും തീരുമ്പോഴും നമ്മുടെ ഓരോ ആയുസ് തീരുകയാണ്, നമ്മുടെ സമയങ്ങൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ നമ്മൾ കുറേയൊക്കെ ചെയ്യുമെങ്കിലും ആത്മീയമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം എപ്പോഴും നമ്മുടെ ഉള്ളിലുള്ളത് നല്ലതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈശോയിൽ വളരുവാൻ സാധിക്കും. ഈ ഭൂമിയിലെ വിശുദ്ധീകരണത്തിൻ്റെ, ഈ ഭൂമിയിലുണ്ടാകുന്ന എല്ലാ കഷ്ടതകളിലും ഈശോയുടെ കൂടെയുള്ള നമ്മുടെ ഈ ശുദ്ധീകരണത്തിൽ നമ്മുടെ ശുദ്ധീകരണ കുറഞ്ഞു വരികയാണ്. പിന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ നമ്മൾ നിത്യജീവൻ സ്വന്തമാക്കി നന്മയുടെ ഒരു വക്താവായി നമ്മൾ മാറുമ്പോൾ, അവിടെ കർത്താവ് നമ്മളെ ശുദ്ധി ചെയ്യുമ്പോഴും നമ്മുടെ ദാവീദ് പറയുന്നുണ്ട്, സങ്കീർത്തനം 17 26 കർത്താവേ, അങ്ങൻ്റെ ഹൃദയം ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല എന്നാണ് ദാവീദ് പറയുക. ആ ഉരച്ചു നോക്കുമ്പോൾ, നമ്മളെ കർത്താവ് ഉരയ്ക്കുമ്പോൾ, തിന്മ കണ്ടെത്താതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഈശോയോട് ലയിക്കുമ്പോഴാണ്. ആ ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ സാധിക്കുമോ? കർത്താവെ, രാത്രിയിൽ അങ്ങനെ സന്ദർശിച്ചാൽ, അങ്ങനെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മ കണ്ടെത്തുകയില്ല. തീർച്ചയായും നമുക്ക് വേണ്ടിയിട്ടാണ് ഈ വചനങ്ങളെല്ലാം എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ തലമുറയിലും ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ് വചനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ബൈബിളിലെ ഓരോ വചനങ്ങളും ഓരോ വ്യക്തികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിത അവസ്ഥയ്ക്കുള്ളതാണ്. ആ വചനത്തിൽ നമ്മളും ഉൾപ്പെടുവാൻ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളും കയറിയിറങ്ങുവാൻ, ഈ ഒരു തലമുറയിൽ നമ്മൾ കയറി ഇറക്കപ്പെട്ട് അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മൾ ഈശോയിൽ വരുമ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കർത്താവ് നമ്മളെ കടത്തിക്കൊണ്ടുപോകും. നമ്മൾ ഈശോയിലാകുമ്പോൾ ഈശോ നടന്ന അതേ വഴിയിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും. 1 യോഹന്നാൻ 2:6 പറയുന്നുണ്ട്, ഈശോയിൽ ആണ് എന്ന് പറയുന്നവൻ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കും. ഈശോ നടന്ന അതേ വഴി തിരഞ്ഞെടുക്കുവാൻ ഈശോയെ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് ഈ ആവശ്യമുണ്ട്. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.